വീട്ടിൽ വെച്ച് ആഘോഷിക്കാന്നല്ലേ നീ ആദ്യം പറഞ്ഞത്? പിന്നെന്താ ഐഡിയ മാറ്റിയത്? വീട്ടിലാവുമ്പോ അതിനൊരു പുതുമയില്ലല്ലോ. എന്നും കാണുന്ന ചെറിയ ഹാള്, ചെറിയ റൂംസ്, ചെറിയ സിറ്റ് ഔട്ട്, അതുകൂടാതെ എന്നും കാണുന്ന മുഖങ്ങളും. അത് പോരെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിട്ട് തോന്നണമെങ്കിൽ ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് തന്നെ ആഘോഷിക്കണം. ജയന്തിയോടും സൗസവിനോടും നീ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴെത്തി? ഇവിടെ ഇതിനു മുൻപ് ഞാൻ ഒരിക്കലേ വന്നിട്ടുള്ളൂ. കൈലാഷ് സാറ് പരീക്ഷ ജയിച്ച് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ PKR സാർ എല്ലാവർക്കും ഒരു പാർട്ടി തന്നില്ലേ അന്ന്. ഈ ഗസ്റ്റ് ഹൗസ് എങ്ങനെയാ സംഘടിപ്പിച്ചേ? അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കൈലാഷ് സാറും ഉണ്ടാവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സാറിനെ ക്ഷണിച്ചു. പക്ഷേ സാറിന് ഇന്നെന്തോ പൂജയോ മറ്റോ ഉണ്ടത്രേ, അതിന് പോണോന്ന്. എവിടെ വെച്ചാ പരിപാടിയെന്ന് കൈലാഷ് സാർ ചോദിച്ചപ്പോ ഞാൻ പതിയെ ഈ ഗസ്റ്റ് ഹൗസിന്റെ കാര്യം സൂചിപ്പിച്ചു. കൈലാഷ് സാർ അപ്പൊ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് ഇതിന്റെ കീ കൊണ്ടുവരാൻ പറഞ്ഞു. അതാണ് കൈലാഷ് സാർ. വലിയ വലിയ VIP-കളെ താമസിപ്പിക്കുന്ന ഗസ്റ്റ് ഹൗസ് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ തുറന്നു തന്നില്ലേ? കൈലാഷ് സാറിന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. സ്വന്തം വീട്ടിലെ ആളും എന്നും കാണുന്ന മുഖങ്ങളും പോരാൻ തോന്നിയോണ്ട് ആഘോഷം നീ ഇങ്ങോട്ട് മാറ്റിയെന്നല്ലേ പറഞ്ഞത്? സ്ഥലം മാത്രമല്ലേ മാറുന്നുള്ളൂ. ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് എന്നും നിന്റെ വീട്ടിൽ വരാറുള്ള ഞങ്ങളൊക്കെ തന്നെയല്ലേ? നിങ്ങളുണ്ട്, വേറെ ഗസ്റ്റും ഉണ്ട്. ഗസ്റ്റോ? അതാരാ? സ്പെഷ്യൽ ഗസ്റ്റാ. 5-6 പേരുണ്ടാവും. ആരാന്ന് പറ. അത് സർപ്രൈസ്. എനിക്ക് മനസ്സിലായി. കരുണാകരൻ സാറും രഘുവും നിഷ ചേച്ചിയും ഉഷ ചേച്ചിയും സിന്ധുവും പിന്നെ എന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് കരുനാഗത്തിനെ വിളിക്കാനോ? എന്നിട്ട് വേണേ എല്ലാവരുടെയും മൂഡ് നശിക്കാൻ. ഉഷ ചേച്ചിയും നിഷ ചേച്ചിയും സാവിത്രി ചേച്ചിയൊക്കെ ഞാൻ വിളിച്ചതാ. അവർക്ക് വരാൻ പറ്റില്ല. ജോലി കഴിഞ്ഞ് പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. പിന്നെ ആരാ സ്പെഷ്യൽ ഗസ്റ്റ്? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവര് വരുമല്ലോ, അപ്പൊ കാണാലോ.